ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ യോഗീനാം പതയേ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭാഗവതവും ഒരു സമഗ്ര വീക്ഷണത്തിന് വേണ്ടി തുനിയുന്ന നമ്മൾ രണ്ട് ഭാഗവതം തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല, അവ തമ്മിലുള്ള യോജിപ്പും കൂടി അറിയേണ്ടതുണ്ട്. രണ്ട് തരത്തിലാണ് രണ്ടും പോകുന്നത് എങ്കിൽ തന്നെ ലക്ഷ്യം എന്ന് പറയുന്ന മോക്ഷം ഒന്ന് മാത്രം. അപ്പോൾ മാനവ ശരീരം എടുത്തിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ ജീവിതം സാർത്ഥകമാക്കുന്ന രീതി രണ്ടിലും കാണാം. അവിടെയാണ് ധർമ്മവും അർത്ഥവും കാമവും കഴിഞ്ഞ് മോക്ഷം അനിവാര്യമായിട്ട് ഉണ്ടായിരിക്കണം, പ്രാപിച്ചിരിക്കണം എന്ന് പറയുന്നതിൻ്റെ രഹസ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം സുഖബ്രഹ്മം ജനിക്കുന്നു, ഉടനെ ഓടി അകലുന്നു എന്നുള്ള മട്ടിൽ തുടങ്ങുന്ന ഭാഗവതത്തിൽ യം പ്രവൃതന്തമനുഭേദം അഭേദകൃത്യം ദൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ ദരോഭിനയദൂതം സർവഭൂതഹൃദയം മുനിമാനദോസ്മി എന്ന് പലവട്ടം നമ്മൾ സ്തുതിക്കുന്ന ആ മുനി, തിരോധാനം ചെയ്തു പോകുന്ന ആത്മസ്വരൂപൻ, അദ്ദേഹം വീണ്ടും ഈ പറയുന്ന പ്രഥമസ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ അവതരിക്കുന്നു എന്ന് പറയുമ്പോൾ സൂക്ഷ്മം സൂക്ഷ്മതരം സൂക്ഷ്മതമം എന്നെല്ലാം പറയുന്ന ഒരു ആത്മീയ ഭാവത്തിലേക്ക് നാം എത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ്. അവിടെ വാസ്തവത്തിൽ ജിജ്ഞാസുവായിട്ടുള്ള പരീക്ഷത്തിന് ഭാഗവതം ഓതിക്കൊടുക്കാനായിട്ട് സൂക്ഷ്മശരീരി ആയിരിക്കുന്ന സുഖബ്രഹ്മം വീണ്ടും ശരീരമെടുക്കുന്നു എന്നുള്ള മട്ടിൽ ചിന്തിക്കുമ്പോൾ അവതാരങ്ങളുടെ മഹിമയെല്ലാം തന്നെ അവിടെയും വ്യക്തമാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ചിന്തിക്കാനുള്ള വിഷയം, നമ്മൾ ശരീരം എടുക്കുന്നു, എന്നിട്ട് ശരീരത്തെ ഉപയോഗിക്കുന്നു. ശരീരത്തെ ഉപയോഗിച്ചതിന് ശേഷം ഒടുവിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് ഏത് രീതിയിൽ? ഇത് ഭാഗവത്തിൻ്റെ പ്രത്യേകതയാണ്. മറ്റിതര പുരാണങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോഴും മനുഷ്യജന്മം സഫലമാകുന്നതിന് വേണ്ടി അവസാനത്തെ ശരീരം ത്യജിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യം പ്രാപിക്കുന്ന രീതിയിലാണ് എല്ലാം അടങ്ങുന്നത്. വളരെ ശ്രദ്ധേയമായിരിക്കുന്ന പ്രഥമസ്കന്ധത്തിലെ പാണ്ഡവന്മാരുടെ കഥ ദേവീഭാഗവത്തിൽ പറയുന്ന രീതിയിൽ വിസ്തരിച്ചു പറയാതെ, എന്നാൽ കുരുക്ഷേത്ര യുദ്ധവും അതിനനന്തരം അവിടെ നടമാടിയ ചില അശ്വത്ഥമാവിൻ്റെ ചെയ്തികളും ക്രൂരമായിട്ടുള്ളത്, ധർമ്മവിരുദ്ധമായിട്ടുള്ളത്, അതെല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പരീക്ഷത്തിന് ജനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അതിനു മുമ്പേ തന്നെ വാസ്തവത്തിൽ നാരദൻ പ്രവേശിക്കുകയും വേദവ്യാസൻ്റെ ദുഃഖം അത് മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവത രചനയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവത രചനയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഭക്തിയും അതിൻ്റെ കൂടെയുള്ള ജ്ഞാനവൈരാഗ്യങ്ങളും അതിന് നാരദൻ പ്രചോദിപ്പിക്കുന്നതും നിത്യമായ വസ്തുവെ അന്വേഷിച്ചുകൊണ്ട് അനിത്യമായിട്ടുള്ള വസ്തുതകളെയെല്ലാം തന്നെ നിരാകരിക്കുന്ന രംഗം സൃഷ്ടിക്കുന്നതും ഭാഗവത്തിൻ്റെ പ്രത്യേകതയാണ്. ഭൗതിക തലത്തെ നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടുന്ന രീതിയല്ല. ഈ ഭൗതിക തലത്തിലിരുന്നു കൊണ്ട്, അതായത് ശരീരത്തിലിരുന്നു കൊണ്ട്, ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉപാധിയെ ഒട്ടും തന്നെ ദാക്ഷിണ്യം കൂടാതെ ഉപയോഗിച്ച് ലക്ഷ്യമെന്ന് പറയുന്ന മോക്ഷം പ്രാപിക്കാനുള്ള വിദ്യ, അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഭാഗവത്തിലേക്ക് ഒന്നുകൂടി കടക്കാം. അപ്പോൾ ശരീരമില്ലാത്ത അവസ്ഥയിലേക്ക് പോയ സുഖബ്രഹ്മം ശരീരമെടുത്തുകൊണ്ട് 19-ാമത്തെ അധ്യായത്തിൽ വരുന്നവരേക്കുള്ള കഥകൾ, അവിടെ അവതരിപ്പിക്കപ്പെടുന്ന രംഗങ്ങൾ, സന്ദർഭങ്ങൾ നമ്മൾ നല്ലപോലെ വിചിന്തനം ചെയ്യേണ്ട ഒന്നാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് കടന്നുകൊണ്ട് ഭഗവാൻ രക്ഷിക്കുന്നതും, ഈ പറയുന്ന ഭാരതവർഷം അരാജകത്വത്തിലേക്ക് പോകരുത്,
രാജാവിൻ്റെ സാന്നിധ്യത്തിൽ, ഭരണകർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നല്ല ഒരു സമൂഹമായിട്ട് ഈ ഭാരതവർഷത്തിലെ ജനങ്ങൾ മാറണം എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള ചിന്ത ഭഗവാനുള്ളത് കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അവിടെ ജനിച്ചു വീണ ഭ്രൂണത്തെ രക്ഷിക്കുന്ന ചിത്രം അതിസുന്ദരമാണ്. അവിടെയെല്ലാം തന്നെ ഈശ്വരൻ്റെ രക്ഷ പ്രകടമാക്കുന്നു. ഇവിടെയും നമ്മൾ വാസ്തവത്തിൽ കൃഷ്ണായ വാസുദേവായ എന്ന് ഞാൻ ജപിച്ചിട്ട് അവസാനിപ്പിച്ചത് യോഗീനാം പതയേ നമ എന്നാണ്. എന്നിട്ടോ അവിടെ വാസ്തവത്തിൽ ഗോവിന്ദായ നമോ നമ എന്ന് കൂടി ചേർത്തു. ഈ യോഗീനാം പതയേ നമ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശിവനെയാണ് സ്മരിച്ചുകൊണ്ട് നമ്മൾ കീർത്തനങ്ങൾ ജപിക്കുന്നു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവും അതിശ്രേഷ്ഠനായിരിക്കുന്ന യോഗിയോ യോഗികളുടെ പതിയോ യോഗീശ്വരനോ ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സാന്നിധ്യം പ്രഥമസ്കന്ധത്തിൽ ഉടനീളം കാണിച്ചുകൊണ്ട് വീണ്ടും പല പല കഥകളിലൂടെ കടന്ന് ഈശ്വരൻ്റെ മഹത്വമെല്ലാം തന്നെ വെളിവാക്കിക്കൊണ്ട് ദശമസ്കന്ധത്തിലാണ് ഭഗവാൻ വീണ്ടും ജനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഇടയിൽ പ്രഥമസ്കന്ധം കഴിഞ്ഞിട്ട് ദശമസ്കന്ധം വരേക്ക് ഇടയിലുള്ള ആ സ്കന്ധങ്ങളിലുടനീളം മറ്റു പല അവതാര കഥകളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് പൂർണ്ണാവതാരം എന്ന് പറയുന്ന കൃഷ്ണനെ നമുക്ക് എടുത്ത് തരുന്നത്. അതിനു മുമ്പേ തന്നെ ഇവിടെ വാസ്തവത്തിൽ എല്ലാ തരത്തിലും ശക്തമായിട്ടുള്ളൊരു ഭാവത്തിൽ ഉത്തരാഗർഭത്തിലേക്ക് പ്രവേശിച്ച ഭ്രൂണത്തെ രക്ഷിക്കുന്ന ഭഗവാന്റെ ആ ലീല മാത്രമല്ല, അത്തരത്തിൽ ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ആ ഭ്രൂണം അകത്ത് കാലം കഴിച്ചു കൂട്ടി പുറത്തേക്ക് വരുന്നതും എന്നിട്ട് വീണ്ടും ഈശ്വരാന്വേഷണം നടത്തുന്നതും നമ്മെ പഠിപ്പിക്കുന്നത് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ബ്രഹ്മജിജ്ഞാസുക്കളാകണം. അപ്പോൾ ശരീരം എടുത്തിട്ട് അതിനെ ഉപയോഗിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് അത് ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തിലേക്ക് നാം കടക്കണം എന്ന് തന്നെയാണ്. ഈശ്വരൻ ആര് എന്നും ആ ഈശ്വരനെ അന്വേഷിക്കുന്ന ചുമതലയാണ് ഈ ശരീരമെടുത്തിട്ടുള്ള എനിക്കുള്ളത് എന്നും അതാണ് ധർമ്മസാധനമായിരിക്കുന്ന ഈ ശരീരം കൊണ്ട് നമ്മൾ നേടേണ്ടതെന്നും വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈശ്വരാന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണെന്ന് ഊന്നിപ്പറഞ്ഞു. അതിനു വേണ്ടിയിട്ടൊരു പാണ്ഡവന്മാരുടെ ഒരു കണ്ണിയായിരിക്കുന്ന പരീക്ഷത്തിനെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അദ്ദേഹം രാജ്യഭാരമേൽക്കുന്നത് പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഈ രാജ്യഭാരമേറ്റ് കഴിയുമ്പോഴാണ് കലി ബാധിക്കുന്നു. ഭഗവാനും പോയതുകൊണ്ട് കലി പെട്ടെന്ന് ബാധിക്കുന്നു. അവിടെയും നമുക്ക് നല്ലൊരു നിർദ്ദേശമോ ഒരു സന്ദേശമോ ഭാഗവതം നൽകുന്നത് ഭഗവാന്റെ സാന്നിധ്യം നമുക്കില്ല എങ്കിൽ, അതായത് ഭഗവാൻ ഉണ്ട് എന്നൊരു ബോധമില്ല എങ്കിൽ പോരാ, ഭഗവാൻ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വ്യക്തമായ ധാരണയില്ല എങ്കിൽ, അത്തരത്തിൽ ഭഗവാനെ നമ്മൾ സ്മരിക്കുന്നില്ല എങ്കിൽ കലി ബാധിക്കുമെന്നാണ്. ഇന്ന് കണ്ടുവരുന്ന ഈ പ്രപഞ്ചത്തിലെ സകല എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള പ്രകടനങ്ങൾക്കും ഒക്കെ കാരണം എന്താ? ഈശ്വരൻ ഉണ്ട് എന്നൊരു ബോധമില്ല. ഈശ്വരൻ വാസ്തവത്തിൽ എന്താണെന്നറിയില്ല. കാട് കയറിപ്പോകുന്നൊരു ആധ്യാത്മികത നമ്മെ അലട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നുകൂടുന്നത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് മതങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ പ്രസ്ഥാനങ്ങളുണ്ട്, ഓരോരോ ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ആധ്യാത്മികതയുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഭൗതിക തലത്തിലെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും. അവിടെയാണ് വാസ്തവത്തിൽ ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ടുള്ള എന്ന ഈശ്വരത്വമെല്ലാം തന്നെ ഉച്ചൈസ്തരം ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നു. ആധ്യാത്മികത പ്രകടിപ്പിക്കുകയാണ്, പ്രഹസനമാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് ആത്മീയമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഈ ഈശ്വരചിന്തയ്ക്ക് ഇല്ലാതെ പോകുന്നു. ഇവിടെ പരീക്ഷിത്ത് കാണിക്കുന്നത് എന്താ? എൻ്റെ നാട്ടിലെ, എൻ്റെ രാജ്യത്ത് യാതൊരു കാരണവശാലും ഈ പറയുന്ന കലിയുടെ ആക്രമണമുണ്ടാകരുത്. കലി എന്ന് പറയുന്നത് കറുത്ത ഒരവസ്ഥയാണ്. 4 യുഗങ്ങളിൽ അവസാനത്തേത് കലി എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ സത്യയുഗം എന്ന് പറയുന്ന കൃതയുഗം, ആ സത്യയുഗത്തിലെല്ലാം തന്നെ വാസ്തവത്തിൽ സ്വച്ഛവും സ്വസ്ഥവും ശുദ്ധവും നിർമ്മലവും വളരെയേറെ സുഖകരവുമാണ്. അതാണ് കൃതയുഗം. കൃതാർത്ഥരായിട്ട് നമ്മുടെ ജീവിതമെല്ലാം തന്നെ ധന്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു യുഗം. അത് കഴിഞ്ഞിട്ടാണ് കൃതം, ത്രേതം, ദ്വാപരം എന്ന് പറയുന്ന യുഗങ്ങൾ. അങ്ങനെ 3 യുഗങ്ങളെ കൊണ്ട് 3 നിറങ്ങൾ നമ്മൾ വാസ്തവത്തിൽ കൈകാര്യം ചെയ്യുന്നു. അവിടെയാണ് ചുവപ്പും വെളുപ്പും ആ കറുപ്പുമെല്ലാം തന്നെ വന്നുകൊണ്ട് 3 യുഗങ്ങളിലേക്ക് കടന്നു പോയിട്ട് 4ാമത്തെ യുഗം വരുമ്പോൾ തീർച്ചയായിട്ടും മുഴുവനും കറുപ്പ് തന്നെ. അപ്പോൾ വാസ്തവത്തിൽ സമ്മിശ്രമായിട്ടുള്ള യുഗങ്ങൾ
കറുപ്പും വെളുപ്പും എല്ലാം തന്നെ ചേർന്നതോ, അല്ലെങ്കിൽ ചുവപ്പും വെളുപ്പും എല്ലാം തന്നെ ചേർന്നതോ, ശുദ്ധമായിരിക്കുന്ന വെളുപ്പ് മാത്രമായതോ, അല്ലെങ്കിൽ ശുദ്ധമായിരിക്കുന്ന ചുവപ്പ് മാത്രമായതോ, അങ്ങനെയുള്ള യുഗങ്ങൾ കഴിഞ്ഞിട്ട് തികച്ചും കറുപ്പ് മാത്രമായിട്ട്, കറുത്തന്തരീക്ഷം മാത്രമായിട്ടൊരു യുഗം കലിയുഗം. അതാണ് കലി. ഏതായാലും കലി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രയോഗിക്കുമ്പോഴും ദേഷ്യം വരിക, നിയന്ത്രണമെല്ലാം തന്നെ വിട്ടുപോയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭാവത്തിലേക്ക് വരിക, ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾക്ക് അറപ്പും വെറുപ്പും ഇല്ലാതെ വരിക, നമ്മളെല്ലാ തരത്തിലും ദുഷിച്ച ദുഷ്ട ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരാകുക, ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അത് കാണാം. അപ്പോൾ ഈ കലി എന്ന് പറയുന്ന മനസ്സിനെ ബാധിക്കുന്ന ഒരു ദുർഭൂതം, മനസ്സിനെ ബാധിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന വേക്കൂത്തുകൾക്ക് വാസ്തവത്തിൽ യാതൊരു അതിർവരമ്പുമില്ലാത്ത രീതിയിലേക്ക് കലി നമ്മെ നയിക്കുന്നു. ആ കലിയാണ് ശാസിച്ചത്, എടോ താൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടി നടക്കരുത്, എൻ്റെ രാജ്യത്ത് ഞാൻ ഭരിക്കുമ്പോൾ കലിക്ക് വാസ്തവത്തിൽ അത്ര സ്വാതന്ത്ര്യമൊന്നും തരാൻ നിവർത്തിയില്ല. അപ്പോൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരെയും ആക്രമിച്ചുകൊണ്ട് ദുഷ്ടമായിട്ടുള്ള ബുദ്ധി അവർക്കെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് മോശമായിട്ടുള്ള ചിന്താഗതികൾ വളർത്തിക്കൊണ്ടുപോരാൻ തന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസിക്കുന്ന പരീക്ഷത്തിനെയാണ് നാം കാണുന്നത്. ഒന്ന് നോക്കൂ, പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രം പാണ്ഡവന്മാരുടെ നാശത്തോടുകൂടി കുരുക്ഷേത്ര യുദ്ധത്തോടുകൂടിയെല്ലാം നശിച്ചു കിടക്കുന്ന അവസ്ഥയിൽ, പരിക്ഷീണമായിട്ടുള്ളൊരവസ്ഥയിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നാടിനെയും നാട്ടുകാരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനിച്ച പരീക്ഷിത്ത് ഒരു പരീക്ഷണ കാലഘട്ടത്തിൽ, അതായത് ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന രീതിയിൽ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പരീക്ഷിത്ത് ഭരിക്കാൻ കയറുന്നത്. അവിടെ എല്ലാം തന്നെ വാസ്തവത്തിൽ പരീക്ഷണങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കാൻ തക്കതൻ്റെ ഇടമുള്ളൊരു ശാസ്താവ് കൂടിയായിട്ട് പരീക്ഷിത്ത് മാറുമ്പോൾ, ശാസിക്കാൻ അധികാരമുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറി വരുമ്പോൾ, ഒരു രാജാവ് എന്ന് പറയുമ്പോൾ ശാസിക്കാൻ അധികാരമുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹത്തിൻ്റെ മനസ്സും ബുദ്ധിയും എല്ലാം തന്നെ ഒരു പ്രത്യേക രീതിയിലാകാതെ ശാസ്താവിൻ്റെ പദവി അലങ്കരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ശാസ്താവായിരിക്കണം എന്നൊരു നിർദ്ദേശോപദേശവും പരീക്ഷണ കാലഘട്ടങ്ങളെയെല്ലാം തന്നെ തരണം ചെയ്യാനുള്ളൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം എന്നുള്ള ചിന്തയും നമ്മയെല്ലാവരെ എല്ലായ്പ്പോഴും ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുന്ന കലിയെ ശാസിക്കാൻ, നിയന്ത്രിക്കാൻ, കലി ബാധിക്കാതിരിക്കാനുള്ള ഒരവസ്ഥയുമെല്ലാം തന്നെ സമാർജിക്കണമെന്ന് പഠിപ്പിക്കുന്ന ശ്രേഷ്ഠ കഥാപാത്രമാണ് പരീക്ഷിത്ത്. അർജുനനേക്കാളും ധർമ്മപുത്രനേക്കാളും ആ പാണ്ഡവന്മാരുടെ വംശത്തിൽ ഇതുപോലെ ഒരു സുഹൃതി ജനിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത രീതിയിലാണ് പരീക്ഷിച്ച ജന്മം. അതുകൊണ്ടാണ് കലിയെ ശാസിച്ചത്. ഭഗവാന്റെ സാന്നിധ്യമില്ല എങ്കിൽ കലി ബാധിക്കും എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ഈശ്വരൻ്റെ ആവാസസ്ഥാനമായിരിക്കുന്ന ഈ പ്രപഞ്ചം നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ ആവാസസ്ഥാനമായതുകൊണ്ട് ആ ആവാസസ്ഥാനത്ത് നിന്ന് ഈശ്വരൻ ഒരിക്കലും വിട്ടുമാറി നിൽക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നൊരു കഥാപാത്രവും കൂടിയാണ് പരീക്ഷിത്ത്. ഈശ്വരസ്മരണയിൽ സദാ നമ്മുടെ മനസ്സിങ്ങനെ മുങ്ങി ഒഴുകിയിരിക്കുമ്പോൾ കലിക്ക് ബാധിക്കാൻ ഇടമില്ല, പ്രവേശിക്കാൻ തരമില്ല. അങ്ങനെ എല്ലാ തരത്തിലും കലിയിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു കാര്യവും കൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട്. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയ അന്ന് മുതൽ കലി തുടങ്ങി എന്നാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. എന്നാൽ കലി കാലം, കലി യുഗം തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ സ്വധാമഗമനം സാധിച്ച ആ നിമിഷം മുതൽ തുടങ്ങിയെന്ന് വളരെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം കൂടിയാണിത്. അതൊന്നും നല്ല പോലെ അപഗ്രഥിച്ച് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം. കലി സ്വധാമത്തിലേക്ക് പോയ ഭഗവാന്റെ കാലത്ത് വന്നു കയറി എന്ന് പറയുമ്പോൾ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ വിട്ടിട്ട് സ്വന്തം ഒരു വീട് വേറെ എങ്ങോ അത്തരത്തിൽ പോയി അവിടെ ഒളിച്ചിരുന്നു എന്നുള്ള ചിന്താഗതിയായിരുന്നത്. ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ധാമം വാസ്തവത്തിൽ ഏത് എന്ന് വ്യക്തമായിട്ട് ധരിക്കണം. വാൽമീകി മഹർഷിയോട് സീതയും അതുപോലെ തന്നെ രാമനും കൂടി ലക്ഷ്മണസഹിതനായിട്ട് അവിടെ കാട്ടിൽ ചെല്ലുമ്പോൾ വാൽമീകി ആശ്രമപ്രവേശ സമയത്ത് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം പറ്റിയൊരു സങ്കേതം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കൂ. ആരുടെ സ്വാന്തം, ആരുടെ അന്തർമുഖമാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്ധക്കരണമാണോ നിനക്ക് ആവാസസ്ഥാനമായിട്ടുള്ളത്, അവരെങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട് ഈ വാൽമീകി മഹർഷി ആലങ്കാരിക ഭാഷയിൽ. അപ്പോൾ അത്തരത്തിൽ ഏതൊരു വ്യക്തിയോടും മനസ്സിലാണ് ഭഗവാൻ ഇരിക്കേണ്ട അന്ധക്കരണം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ വേറെ മൈലുകൾക്കപ്പുറം അല്ലെങ്കിൽ അപ്രാപ്യമായിരിക്കുന്ന ഒരു സങ്കേതത്തിലേക്ക് അദ്ദേഹം പോയി എന്നുള്ള ചിന്ത അരുത്. നമ്മൾ സനാതന ധർമ്മത്തിൽ പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള സംസ്കാരം പഠിപ്പിക്കുന്ന സ്വധാമം, അവനവൻ്റെ ധാമം എന്ന് പറയുന്നത്, അവനവൻ്റെ വീട് എന്ന് പറയുന്നത് ജനിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യൻ്റെ അന്ധക്കരണമാണ്. അവൻ്റെ ഉള്ളിൽ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമായിട്ട് വർത്തിക്കുന്ന 4
ഭാഗങ്ങളോടുകൂടി അന്ധകരണത്തിലാണ് ഈശ്വരൻ്റെ ഇരിപ്പ്, നമ്മുടെ ഇരിപ്പ്. ഈശ്വരനും അതുപോലെ താനും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കിടക്കുന്ന ഒരു സനാതന ധർമ്മിക്കത് ബോധ്യമാകും ഈശ്വരൻ വേറെങ്ങുമല്ല, ഇവിടെ തന്നെയാണ് എന്ന്. അപ്പോൾ സ്വധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എവിടെയോ ഈ ഭൂമിയും വിട്ടിട്ട് അകന്നുപോയി എന്നുള്ള ചിന്താഗതി വന്നാൽ വളരെ കഷ്ടമാണ്. ഭഗവാൻ അകന്നുപോയി എന്ന് ചിന്തിക്കാതെ അകത്തേക്ക് പോയി എന്ന് ആ പ്രയോഗം ശ്രദ്ധിച്ചു നോക്കൂ. അകന്നുപോയില്ല, അകത്തേക്ക് പോയി. ഭഗവാൻ അകത്തായി എന്ന് പറയുന്നതിൽ ഒരു രഹസ്യവും കൂടിയുണ്ട്. ശരീരമുള്ള ഭഗവാൻ ശരീരം വിട്ടപ്പോൾ അകത്ത് കയറാൻ ബുദ്ധിമുട്ടില്ല. ശരീരം എടുത്തതാണ് നമുക്ക് ബാധയായിട്ട് വന്നത്. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ ശരീരമാണ്. നിർബാധം ഓടി നടക്കാനോ അല്ലെങ്കിൽ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പ്രവേശിക്കാനോ സാധിക്കാത്തൊരവസ്ഥ ഈ ശരീരം ഉണ്ടാക്കുന്നുണ്ട്. ശരീരമില്ലാത്ത അവസ്ഥയിലേക്ക് ഭഗവാൻ മാറിയെന്ന അർത്ഥത്തിലേക്ക് എടുക്കുമ്പോൾ ശരീരം ഉപേക്ഷിച്ചു. തൻ്റെ ദൗത്യമെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം, അവതാരോദ്ദേശം അതെല്ലാം തന്നെ സാധിച്ചതിന് ശേഷം ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എങ്ങോട്ട് പോയി, അദ്ദേഹം എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്ന് പോകുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ദുർബലമായിട്ടുള്ള ചിന്തകൾക്കെല്ലാം തന്നെ അതീതമായിട്ട് ഭഗവാൻ വന്നതുമില്ല പോയതുമില്ല എന്ന് പറയുന്ന ആത്മഭാവത്തിലേക്ക് നമുക്കെത്താൻ കഴിയും. ആ ഭാവത്തിലിരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ കലി? അപ്പം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കലി ബാധിക്കുന്നു, ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ മനസ്സിൽ ആ ഈശ്വരൻ ഇരിക്കേണ്ട ഇരിപ്പിടത്തിൽ ഈശ്വരൻ ഇല്ലാതെ പോകുന്നു. മനസ്സ് ഈശ്വരൻ്റെ ആവാസസ്ഥാനമാണ്, അവിടെ ഈശ്വരൻ മാത്രമേ ഇരിക്കാവൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയില്ല. എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുമ്പോഴും ഈശ്വര ചിന്തയോടുകൂടി ചെയ്യണമെന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള ആ സംഗതി മറന്നു പോകുന്നു എന്ന് ചുരുക്കം. അപ്പോൾ കലി ബാധിക്കാതെ ഇപ്പോഴും നമുക്ക് ഇരിക്കാം. ഭഗവാൻ ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നുള്ളൊരു പക്ഷം നമ്മൾ സ്വീകരിക്കുന്ന പക്ഷം, എങ്ങോട്ടും വരുന്നുമില്ല പോകുന്നുമില്ല എല്ലായിടത്തും വസിക്കുന്ന വാസുദേവനാണ് അദ്ദേഹം എന്ന് ചിന്തിക്കുമ്പോൾ കലിക്ക് പ്രവേശിക്കാൻ ഇടമില്ലാതെ വരും. ഞാനീ പറയുന്നത് കലികാലത്തിൻ്റെ ദോഷങ്ങളെല്ലാം തന്നെ വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുന്ന ഭാഗവതത്തിൽ കലിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം രചിച്ച് അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ച് ജപിച്ച് കാലം കഴിച്ചു കൂട്ടണമെന്ന നിർദ്ദേശം വരുമ്പോൾ ഈ കലി എന്ന് പറയുന്നത് ഒരു ബാധിക്കാനുള്ള ബാധയായിട്ട് വരുന്നത് എപ്പോൾ എന്ന് വ്യക്തമായിട്ടൊരു ധാരണ വേണം. അയാൾ ബാധിക്കാൻ പാടില്ല, അയാൾ വരാൻ പാടില്ല. ഇവിടെയും പരീക്ഷത്ത് എപ്പോഴാണ് കലിയെ ശാസിച്ചത്? തൻ്റെ രാജ്യഭാരം തുടങ്ങിയപ്പോഴാണ്. രാജ്യഭാരം സ്തുത്യർഹമാം വിധം ചെയ്തു തീർക്കാനായിട്ട് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെയും കലി ബാധിക്കുന്നതായിട്ട് കാണാം. 19-ാമത്തെ അധ്യായവും 18-ാമത്തെ അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ നായാട്ടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അദ്ദേഹത്തിൻ്റെ ആ മനസ്സെല്ലാം തന്നെ വ്യതിചലിച്ച് ദാഹം അദ്ദേഹത്തെ വീർപ്പ് മുട്ടിച്ചപ്പോൾ വെള്ളം ചോദിച്ചുകൊണ്ട് ശമീക മഹർഷിയോട് വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പോൾ മിണ്ടാതിരിക്കുന്ന അദ്ദേഹത്തോട് ക്രോധത്തോടുകൂടി പെരുമാറി ചത്ത പാമ്പിനെ കഴുത്തിലെടുത്തിട്ട കഥ അയാൾ അപ്പോൾ കലിക്ക് വശംവദനായി എന്തേ ആകാൻ കാരണം? സർവധർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് ശാരീരികമായിട്ടുള്ള വിശപ്പും ദാഹവും അതെല്ലാം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താതെ നമുക്ക് വാസ്തവത്തിൽ കലിയെ ശാസിക്കാൻ പറ്റില്ല, കലിയെ അതിക്രമിക്കാൻ പറ്റില്ല. കലി ബാധിക്കുന്നത് ദാഹവും വിശപ്പുമുള്ള ഈ പറയുന്ന ബാധയായിരിക്കുന്ന ശരീരം ഉള്ളപ്പോഴാണ് എന്ന് ചുരുക്കം. ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗവതത്തിൻ്റെ തത്വ അധിഷ്ഠിതമായിരിക്കുന്ന ചിന്തയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ശരീരത്തിന് വാസ്തവത്തിൽ പ്രസക്തി കൊടുക്കുന്നത് വളരെ കഷ്ടം. എന്നാൽ ശരീരം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം താനും. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ശരീരം ബാധ എന്നുള്ള മട്ടിൽ നിന്ന് വിട്ടിട്ട് സാധനയ്ക്കുള്ള സാമഗ്രി എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈശ്വരന്മുഖമായിട്ടുള്ള മനസ്സും ബുദ്ധിയും അതോടൊപ്പം തന്നെ സാധനാസമ്പന്നമായിട്ടുള്ള ശരീരവും കൂടി വരുമ്പോൾ കലി എങ്ങനെ ബാധിക്കാനാണ്? അപ്പോൾ പരീക്ഷത്തിൻ്റെ ജനനം കൊണ്ട് പല പല സംഗതികൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട്. ഒന്ന്, ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ഭഗവാനെ വീണ്ടും അന്വേഷിക്കുക എന്നുള്ള അത്തരത്തിലൊരു ദൗത്യം മനുഷ്യനുണ്ട്. ഈശ്വരനെ വിസ്മരിച്ചുകൊണ്ടല്ല ഈ പ്രപഞ്ചത്തിലേക്ക് വരേണ്ടത്. ജനിച്ചതുകൊണ്ട് എല്ലാം തന്നെ ഉപേക്ഷിക്കാമെന്നുള്ള മട്ടു വേണ്ട എന്ന്. നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ശരീരം എന്തിനെന്ന് ചോദിച്ചാൽ ഈശ്വര അന്വേഷണത്തിനുള്ള ഉപാധി തന്നെയായിരിക്കണം. യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്തത് നാരായണ അർച്ചനകൾ എന്നെല്ലാം തന്നെ ഹരിനാമകീർത്തനത്തിൽ പാടുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട് ഈ കരണങ്ങളെ കൊണ്ട് അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ടത് ഇന്നത് എന്ന് വ്യക്തമാക്കി. അത് വിട്ടിട്ട് മറ്റ് യാതൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഉദാത്തമായിട്ടുള്ളൊരു ചിന്ത തുടക്കത്തിലെ തന്നെ ഇട്ടുതരുന്ന ഭാഗവതത്തിന് ഒരു പ്രത്യേക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ദുർവൃത്തമായിരിക്കുന്ന രീതിയിൽ പോകരുതേ എന്ന്.
ഈ മർത്യജന്മന്നാന ഭോഗത്തിനുള്ളതല്ല എന്ന് ഋഷഭനെ കൊണ്ട് പറയിക്കുന്ന ഭാഗവതം ഭോഗങ്ങളുടെ പിന്നാലെ പോകാൻ എളുപ്പമാണ്. ശരീരം ഉപയോഗിച്ചുകൊണ്ട് നാം വാസ്തവത്തിൽ ഭോഗത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന യോഗമാണ്. അപ്പോൾ ഈ യോഗം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ, അത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണമെങ്കിൽ ഭോഗാസക്തി വിട്ട ഒരു ശരീരത്തിൻ്റെ ഉടമയായിട്ട് മാറണം. അപ്പോഴുമാകെ പ്രശ്നം. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതനിർമ്മിതമല്ലേ? പഞ്ചേന്ദ്രിയന്യമായിട്ടുള്ള വികാരങ്ങളെല്ലാം തന്നെ അലട്ടുന്ന രീതി ഈ ശരീരത്തിനില്ലേ? പിന്നെ എങ്ങനെ ഇതിനെ അതിക്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അവിടെയാണ് വാസ്തവത്തിൽ ഈശ്വരചിന്ത ചെറുപ്പം മുതലേ കൊണ്ടു നടന്ന് ആ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നിഷ്കർഷിച്ച് നിയന്ത്രിച്ച് ബാധകൾ ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ ദാഹം, വിശപ്പ് പോലുള്ള എല്ലാത്തരം ഈ ശാരീരധർമ്മങ്ങളെയും അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് എല്ലാത്തിനെയും ശാസിക്കാം, ശാസ്താവാകാമെന്ന് ചുരുക്കം. അപ്പോൾ എല്ലാ തരത്തിലും വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന സംഗതികളാണ് ഈ തുടക്കത്തിലെ ഇട്ടുതരുന്നത്. ജനിച്ച പാടെ തന്നെ മാഞ്ഞു പോകുന്ന, മറഞ്ഞു പോകുന്ന ശുഖത്തെ ഇട്ടുതരുമ്പോൾ, ആ ശുഖ ആത്മസ്വരൂപനാണെന്ന് മനസ്സിലാക്കി തരുമ്പോൾ, ശുഖബ്രഹ്മം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ആ ഈശ്വര രൂപത്തിലുള്ള ശുഖനെ അല്ലാതെ പടം വരച്ചുകൊണ്ട് പരീക്ഷത്തിന് ഉപദേശം കൊടുക്കുന്ന വേറിട്ട് നിൽക്കുന്നൊരു ശുഖനെ ചിന്തിക്കുന്നത് തന്നെ ഭാഗവത സന്ദേശത്തിന് വിരുദ്ധമാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ പ്രഥമസ്കന്ധത്തിലെ എല്ലാ അധ്യായങ്ങളും വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വാസ്തവത്തിൽ ക്രുദ്ധനായിട്ട് തീർന്ന അശ്വത്ഥാമാവ് കലിയുടെ പ്രതീകമാണ്. കലി ബാധിച്ചിട്ട് ദുര്യോധനാദികളോട് പക്ഷം അല്ലെങ്കിൽ അത്തരത്തിൽ കൂറുവച്ച് പുലർത്തുന്ന ഈ അശ്വത്ഥമാവിന് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും ഇതൊക്കെ വന്നിട്ട് പാണ്ഡവന്മാരെ ഉന്മൂലനാശം ചെയ്യണമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കലി ബാധിച്ചിട്ടാണ്. അപ്പോൾ ഈ കലി എന്ന് പറയുന്നത് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനെ, ഈശ്വരനെ ആത്മബോധം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത രീതിയിൽ നമ്മൾ അധപ്പതിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അശ്വത്ഥമാവ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിന്തിച്ചാലും അത് മനസ്സിലാക്കാം. ആ അശ്വത്ഥമാവിനെ ക്രുദ്ധനായിട്ട് ആക്രമിക്കാൻ ഇങ്ങനെ മുതിരുന്ന നരൻ എന്ന് പറയുന്ന അർജുനനോ അയാളും വാസ്തവത്തിൽ ക്രുദ്ധതയെ പ്രാപിക്കുമ്പോൾ അത് കലി ബാധിച്ചത് തന്നെയാണ്. അങ്ങനെ കലിയുടെ ഇരിപ്പിടമായി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരസ്പരമുള്ള ശണ്ട അല്ലെങ്കിൽ കലഹാദികൾ ഇതെല്ലാം തന്നെ ഈ പ്രഥമസ്കന്ധത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അതിനതീതമായൊരവസ്ഥയിലേക്ക് ഗർഭസ്ഥനായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ആ ഭ്രൂണാവസ്ഥയിലേക്ക് നമ്മെ നയിച്ച് അവിടെ ത്രിചക്രവാണിയായി നിന്നുകൊണ്ട് ഭഗവാൻ ഭ്രൂണത്തെ രക്ഷിക്കുന്ന കഥയിലൂടെ ഇവിടെ ഈ സകല ജരാചരങ്ങളെയും പാലിക്കുന്ന വിഷ്ണുവിൻ്റെ മഹത്വം പ്രകീർത്തിച്ചുകൊണ്ട് ആ പാലനൽപരനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം അതിന് പാത്രീഭൂതനാകുകയാണ്. പരീക്ഷിത്ത് എന്നെ സംരക്ഷിക്കുന്നു. ഈ സംരക്ഷ എന്ന് പറയുന്ന പ്രയോഗം പോലും ചിന്താർഹമാണ്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കലാണോ ഭഗവാന്റെ ജോലി? ശരീരമെന്ന് പറയുന്നത് ഉണ്ടായിട്ട് വളർന്നു വരുമ്പോൾ അത് വളരുകയാണോ തളരുകയാണോ? അവിടെ വാസ്തവത്തിൽ ജരാന്തരകൾ ബാധിക്കുന്നില്ലേ? അവിടെ ക്ഷീണം സംഭവിക്കുന്നില്ലേ? നിങ്ങൾ സഞ്ചരിക്കുന്ന മൃത്യുവിലേക്കാണോ അതോ നിതാന്തമായിരിക്കുന്ന മൃത്യുരഹിതമായിരിക്കുന്ന അമൃതത്തിലേക്കാണോ? ഈ വിഷയങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിൽ. അങ്ങനെ ജനിച്ചു വീണ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് മരണത്തിലേക്ക്, മൃതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണോ അമൃതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഭാഗവതം മറുപടിയാണ്. ഈ ഭാഗവത്തിലെ കഥാപാത്രമായിരിക്കുന്ന പരീക്ഷിത്ത് അതിനുള്ള മറുപടിയാണ്. ആ പരീക്ഷിത്ത് ഇനി അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ തിക്തമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്നു. ചെറിയൊരു ദുർബല നിമിഷം കൊണ്ട് ശാപം, അനുഗ്രഹത്തിന് പകരം ശാപം. അനുഗ്രഹീതനായിരിക്കുന്ന പരീക്ഷത്തിനൊരു ബ്രാഹ്മണൻ്റെ ശാപം കിട്ടുക, 7ാമത്തെ ദിവസം മരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ശാപം കേൾക്കുക, ഇതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയമാണ്. ഭാഗവത്തിൻ്റെ തനതായിട്ടുള്ളൊരു സ്വത്താണ്. മറ്റു പുരാണങ്ങളിൽ ഇങ്ങനെയൊരു പ്രത്യേക സന്ദർഭം സൃഷ്ടിക്കാറില്ല. പക്ഷേ ഭാഗവതത്തിൽ 7 ദിവസം എന്ന് പറയുന്ന ഒരാഴ്ചക്കാലം വളരെ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരാഴ്ചക്കാലം നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യാറുണ്ടോ? ഞായറാഴ്ച ദിവസമാണെങ്കിൽ സൂര്യനെ ഭജിക്കാറുണ്ടോ? തിങ്കളാഴ്ച ദിവസം ഈ പറയുന്ന സൂര്യൻ്റെ പ്രകാശമേറ്റ് അത്ര ഭംഗിയായിട്ട് നമുക്ക് ശീതകിരണങ്ങളേറ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ സുഖശീതള ഛായയിലേക്ക് നയിക്കുന്ന ചന്ദ്രനെ ഉപാസിക്കാറുണ്ടോ? അതേ ചൊവ്വ എന്ന് പറയുന്ന അങ്കാരകനെ നമ്മൾ ഉപാസിക്കുന്നുണ്ടോ? ശക്തിയുടെ സ്വരൂപം കൂടിയാണ്. ബുധൻ എന്ന് പറയുന്ന ബോധപൂർവം അല്ലെങ്കിൽ ഈ മസ്തിഷ്കത്തെയെല്ലാം തന്നെ ബോധവൽക്കരിക്കുന്ന ആ ദേവതയെ നമ്മൾ ഉപാസിക്കുന്നുണ്ടോ? ഗ്രഹത്തെ, വ്യാഴമെന്ന് പറയുന്ന ദേവഗുരുവിനെ, ശുക്രൻ എന്ന് പറയുന്ന അസുരഗുരുവിനെ, ശനി എന്ന് പറയുന്ന പതുക്കെ നടക്കുന്ന ആധ്യാത്മിക പരിവേഷമുള്ള ആ ഗ്രഹത്തെയോ ദേവതയെയോ.
അപ്പോൾ 7 ദിവസക്കാലം നിഷ്കർഷിച്ച ഓരോരോ പേരുകൾ കൊടുത്ത് ആ പേരുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രഹങ്ങളെയെല്ലാം തന്നെ ഇട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് ജനിച്ചു വീണ സൂര്യൻ്റെ കേന്ദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാധീനത്തെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാം, ആ ഗ്രഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മാറ്റത്തിന് വിധേയമാകാം, നേട്ടത്തിന് കാരണമാകാം എന്നുള്ള ചിന്തകളെല്ലാം തന്നെ 7 ദിവസത്തിലുണ്ട്. ഈ 7 ദിവസം എന്ന് പറയുന്ന അതിനേക്കാളേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ശുഭേച്ഛ, വീണ്ടും നമുക്ക് ചിന്തിക്കാനുള്ള വിഷയങ്ങളാണിത്. ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥ, ഭാവിനി, തുര്യ എന്ന് പറയുന്ന ജ്ഞാനസോപാനങ്ങൾ 7 എണ്ണമാണ്. ഈ 7 സോപാനങ്ങളിലൂടെ കടന്നിരിക്കണം. പടിപടിയായിട്ട് താഴത്തെ തട്ടിൽ നിന്ന് ഉയർന്നിരിക്കണം, ഉണർന്ന് കയറിയിരിക്കണം, ആരോഹണം നടത്തിയിരിക്കണമെന്ന് നിഷ്കർഷിച്ച് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവിനി, തുര്യ എന്ന് പറയുന്ന 7ാമത്തെ തട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ആനന്ദത്തിൽ ആറാടുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ആത്മീയമായിട്ടുള്ള അനുഭൂതി. ഷഡ്ചക്രങ്ങളെ ഭേദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 7ാമത്തെ സഹസ്രാരപത്മത്തിലേക്ക് എത്തണമെന്ന് പറയുന്നതും ഇവിടെ അന്തർഭവിച്ച് കിടക്കുകയാണ്. ഈ 7 മുട്ടുകളുള്ള മുളയെ ഭേദിച്ചുകൊണ്ട് ദുന്ദുകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതത്തിന് പോലും ആനന്ദത്തിൻ്റെ അതിരേകം ആർജിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മനുഷ്യർ ഏത് രീതിയിലാണ് വളരേണ്ടത്, ഉണരേണ്ടത്, ഉയരേണ്ടത് എന്ന് കാണിക്കുന്ന ഭാഗം ഇവിടെയുണ്ട്. 7 ദിവസത്തെ ജീവിതമേ നിനക്കുള്ളൂ എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധാലുവായിട്ട് ആ 7 ദിവസക്കാലം കൊണ്ട് നീ താണ്ടിയിരിക്കണം 7 തട്ടുകൾ. ആ 7 തട്ടുകൾ അത് ജ്ഞാനത്തിൻ്റെ ആകട്ടെ, അജ്ഞാനത്തിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ യോഗസാധനയുടെ ആകട്ടെ, എന്തായാലും ഈ 7 എന്ന് പറയുന്നതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് 7ാം ദിവസം തക്ഷകൻ കടിക്കട്ടെ. ഏതായാലും ചിന്താർഹമായിരിക്കുന്ന ഈ പദ്ധതി, ഭാഗവതത്തിൻ്റെ ഈ പദ്ധതിയിൽ ഒരു പരീക്ഷിത ജിജ്ഞാസു, അതുപോലെ തന്നെ എല്ലാ തരത്തിലും ജീവിതത്തെ ധന്യമാക്കാൻ മുതിരുന്ന ഒരു മനസ്സുള്ള ആ അപൂർവ വ്യക്തിത്വം 7ാമത്തെ ദിവസം മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരീരം ത്യജിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ശരീരം നീ 7 ദിവസക്കാലം കൊണ്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ത്യജിച്ചിരിക്കണം. ശരീരം ത്യജിക്കാനുള്ളതാണ്. ശരീരത്തെ എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് കൂടി പഠിപ്പിക്കുന്നൊരു ആർട്ട്, നല്ല രീതിയിലുള്ളൊരു കല ഈ ഭാഗവതത്തിനുണ്ട്. ഇന്നത്തെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊന്നും നമ്മുടെ ധർമ്മത്തിൽപ്പെട്ടതല്ല, നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുന്ന രീതിയുമല്ല. ശരീരം സാധനയ്ക്കുള്ള ഉപാധിയാണെന്ന് പലവട്ടം പറയുന്ന പോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിൽ 7 തട്ടുകൾ കിടക്കാനും അങ്ങനെ ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ടുള്ള ഒരു ഏണിപ്പടികളുള്ള ഒരു പ്രത്യേക സാധനമാണ് എന്നുള്ള ചിന്തയിലേക്ക് വരണം എന്ന് നിർബന്ധമായിട്ട് പഠിപ്പിക്കുകയാണ്. 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ. ഓരോ ദിവസവും ഓരോ തട്ടുകൾ ഇങ്ങനെ ഏറിക്കയറി 7ാമത്തെ ദിവസം എത്തുമ്പോൾ നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്നാണ് ചുരുക്കം. 7ാമത്തെ ദിവസം നിനക്ക് പോകാമെന്ന് പറഞ്ഞാൽ നീ സാധിക്കേണ്ടത് സാധിച്ചിട്ട് പോകണമെന്ന് കൂടി. നമ്മുടെ ജീവിതം ധന്യമാകുന്നത് സാധനയിലൂടെ. സാധിക്കേണ്ട കാര്യങ്ങൾ സാധ്യമായി കഴിഞ്ഞാൽ, സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഇവിടെ പരീക്ഷിത എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു ഉത്തമ ഉദാഹരണമായി ഇട്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അന്വർത്ഥമാണ്. 7ാമത്തെ ദിവസം സാധിച്ചു കഴിഞ്ഞാൽ കാലാഹിയായിരിക്കുന്ന തക്ഷകൻ കടിക്കുമെന്ന്. അപ്പോൾ വിപ്രശാപമായാലും ശമീകൻ്റെ മൗനമായാലും ശമീകനതൊന്നും അറിയാതിരിക്കുന്ന സമാധ്യാവസ്ഥയായാലും അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഈ സമാധ്യാവസ്ഥയിലേക്ക് നിനക്കും എത്താൻ കഴിയും. നീ എന്താണ് ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് നായാട്ട് കടത്തിക്കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നത്? ഈ നായാട്ട് കടത്തി അങ്ങനെ മൃഗീയമായിട്ടുള്ള രീതിയിൽ മൃഗങ്ങളെയെല്ലാം തന്നെ വേട്ടയാടിക്കൊണ്ട്, നായാട്ടെന്ന് പറഞ്ഞൊരു രാജധർമ്മമാണ്, എങ്കിൽ തന്നെ അത് നടത്തിക്കൊണ്ട് നീ ക്ഷീണിച്ചപ്പോൾ, ദാഹിച്ചപ്പോൾ നീ ക്രുദ്ധനായിട്ട് സമാധി അടഞ്ഞിരിക്കുന്നൊരു വ്യക്തിയോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? സമാധി എന്ന് പറയുന്നത് നിന്റെ ലക്ഷ്യമാണെന്ന് ബോധവൽക്കരിക്കുന്ന രംഗമാണത്. ആ കോണ്ടെക്സ്റ്റ്, ആ സന്ദർഭം നമ്മൾ വേണ്ട രീതിയിൽ വിലമതിക്കുന്ന, വില കൊടുക്കുന്ന രീതിയിലേക്ക് ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ. അപ്പോൾ 7ാമത്തെ ദിവസം നീ സമാധി അടയട്ടെ. ഈ പറയുന്ന ശമീകനെ പോലെ. ശമീകൻ എങ്ങനെയാണ് ശമം സാധിച്ചത്? വളരെയേറെ നിയന്ത്രിതമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവയവങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിച്ച് ഉൾവലിഞ്ഞത്. അതുപോലെ നീയുമായി തീരുക 7 ദിവസക്കാലം കൊണ്ട് അനുഗ്രഹമാണ്. അപ്പം ഏതൊരു ശമീകനെയാണോ മാതൃകയായിട്ടിട്ടത് അത് വാസ്തവത്തിൽ വേറൊരു രീതിയിൽ ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ്, ഒരു പരോക്ഷമായിട്ടുള്ള രീതിയിൽ പരീക്ഷിത്വം അവിടെ ഒരു പ്രത്യേക ചെയ്തി, ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന ചത്തവാമ്പിനെ കണ്ടു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നു
എന്തേ ഈ പാമ്പ് ചത്തുപോയത്? എന്തേ ഈ ചത്ത പാമ്പ് ഇവിടെ കിടക്കുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ ഈ കിടക്കുന്നത്? ഞാനെന്താണ് ഈ ചത്ത പാമ്പിനെ കൊണ്ട് ചെയ്യേണ്ടത്? ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു വിഷയം എനിക്ക് കഴിയുന്ന ആ മുഹൂർത്തം വരേക്ക് ഇതിൽ കൂടെ തന്നെ കുറച്ച് ദൂരം പോകാം. പാമ്പ് ചത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സർഗശേഷി, സർപ്പശക്തി അഥവാ നമ്മളുടേതായിട്ടുള്ള സൃഷ്ടി വൈഭവം, പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ജീവൻ എങ്ങനെയാണ് വാസ്തവത്തിൽ അവൻ്റെ ശക്തിവിശേഷമെല്ലാം തന്നെ സമാർജിക്കേണ്ടത്? സർപ്പം എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം അത് ചത്ത് കിടക്കാൻ പാടില്ല. ചത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ സത്വപോയതാണ്. അപ്പോൾ സത്വ എന്ന് പറയുന്ന അത് നഷ്ടപ്പെട്ടു പോയ ഒരു പാമ്പിനെ ചിത്രീകരിച്ചുകൊണ്ട്, പാമ്പെന്ന് പറഞ്ഞാൽ സെക്ഷൽ എനർജിയാണ്, അത് സ്പിരിച്വൽ ഫോഴ്സ് കൂടിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ശക്തമായിട്ടുള്ള ഈ പാമ്പിൻ്റെ ചത്ത് കിടക്കുന്നൊരവസ്ഥ, അതും ഇത് കൂട്ടി വായിക്കുമ്പോഴാണ് ധ്യാനാവസ്ഥയിലിരിക്കുന്ന, യോഗാവസ്ഥയിലിരിക്കുന്ന, സമാധ്യാവസ്ഥയിലിരിക്കുന്ന ശമീക മഹർഷിയുടെ കഴുത്തിലേക്ക് തന്നെ ഒരു ആഭരണമായിട്ടിടാം ഈ പാമ്പിനെ, ചത്ത പാമ്പിനെ എന്ന് പറഞ്ഞതിൽ നിന്ന് ആ ചത്ത പാമ്പ് വാസ്തവത്തിൽ എന്നിലെ ഇല്ലാതെ പോയ സർഗശേഷി, എന്നിലെ ഇല്ലാതെ പോയ ആധ്യാത്മിക വിദ്യയുടെ നഷ്ടം. അപ്പോൾ എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആധ്യാത്മിക വിദ്യ അത് ഉണരണം, ഉയരണമെന്നുള്ള ചിന്ത അന്തർഭവിച്ച് കിടക്കുകയാണ്. തെറ്റാണ് ചെയ്തത് എന്ന് സാമാന്യങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഈ പ്രവൃത്തിയിലും അന്തർഭവിച്ചിരിക്കുന്ന ഒരു ആധ്യാത്മിക തത്വമാണ്. പാമ്പ് ചാവാൻ പാടില്ല, അല്ലെങ്കിൽ സർപ്പശേഷി, സർഗ വൈഭവം അതൊരിക്കലും ഇത്തരത്തിൽ ചത്ത് കിടക്കാൻ പാടില്ല. ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്ന ശമീകൻ്റെ കഴുത്തിൽ തന്നെ കൊണ്ടുവന്ന് അണിയിക്കുക. പരമശിവൻ്റെ കഴുത്തിൽ ആ സർപ്പമെല്ലാം തന്നെ പത്തിവിടർത്തി നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന കഴുത്ത്, അതിലെ ചക്രം, അവിടെയുള്ള ഈ സ്വര അക്ഷരങ്ങൾ, ആ മുതൽ ആ വരേക്കുള്ള 16 അക്ഷരങ്ങൾ, 16 എന്ന് പറയുന്ന ഷോഡശാക്ഷരി വിദ്യയെയും ശബ്ദത്തിൻ്റെ ശക്തമായിരിക്കുന്ന പുറത്തേക്കുള്ള വരവിനെയും ആധ്യാത്മിക തത്വത്തിൽ ഉദാത്തമായിട്ടുള്ള ഭാവത്തെയും അമൃതത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന അക്ഷരങ്ങളെയും ഒക്കെ കാണിച്ചു തരികയാണ്. നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ കഴുത്ത് അല്ലെങ്കിൽ വിശുദ്ധിയുടെ ചക്രം എന്ന് പറയുന്ന കണ്ഠപ്രദേശം, അവിടെ തന്നെ ഈ ചത്തപാമ്പിനെ എടുത്തിട്ടതും വാസ്തവത്തിലുള്ള പ്രബോധനം അദ്ദേഹത്തിനുണ്ടായി, നമുക്കും ഉണ്ടാക്കി തന്നു. അവിടെ വാസ്തവത്തിൽ ചത്തപാമ്പിനെ കഴുത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ അച്ഛനെ കണ്ടിട്ടാണ് ശൃംഗി ശപിക്കുന്നത്, ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തവൻ 7ാമത്തെ ദിവസം തക്ഷകനാൽ കടിക്കട്ടെ എന്നും. പാമ്പിൻ്റെ കടി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ അനുഗ്രഹം കിട്ടുക എന്നുള്ള രീതിയിലേക്ക് മാറുന്ന അത്യന്തം സുന്ദരമായിരിക്കുന്ന രംഗമാണ് പിന്നാലെ കാണുന്നത്. പാമ്പ് കടിക്കട്ടെ 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. പാമ്പ് കടിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ഗതികെട്ടാത്ത ഒരവസ്ഥ കൂടിയാണ്, നശിച്ച ഒരു മരണവുമാണ്. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. അതാണ് വാസ്തവം ചിന്തിക്കേണ്ടത്. ഒരു 7ാമത്തെ ദിവസം പാമ്പ് കടിക്കുമെന്ന് കണ്ടിട്ട് അദ്ദേഹത്തിന് അറയിൽ പോയി ഒളിച്ചിരുന്നാൽ മതിയായിരുന്നു. രാജകൊട്ടാരത്തിലെ ഏതെങ്കിലും മുറിയിൽ സൈന്യസംഭാരങ്ങളോടുകൂടി തക്ഷകൻ വരാത്ത രീതിയിൽ അതിനെയെല്ലാം തന്നെ നിബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരത്തിൽ തടസ്സം ചെയ്തുകൊണ്ടോ വേണമെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് ഇരിക്കാമായിരുന്നു. അതല്ലേ വേണ്ടത്? ഒരു ശത്രു ആക്രമിക്കാൻ വരുന്നു, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ ആ കൊല്ലാൻ വരുന്ന ശത്രുവിനെ ഇല്ലാതെയാക്കാനുള്ള വിദ്യയല്ലേ വേണ്ടത്? എന്തിനാ പരീക്ഷിത്ത് അതെല്ലാം തന്നെ വിട്ടിട്ട് രാജ്യത്ത് നിന്ന് ഒളിച്ചുകൂടി പോകുന്ന രീതിയിൽ എനിക്ക് രാജ്യഭാരം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗംഗയുടെ തീരത്തേക്ക് പോകുന്ന എന്തിനാ 7ാമത്തെ ദിവസം വരെ കാത്തിരിക്കാൻ, മരണം കാത്തിരിക്കാനായിട്ട്? മരിക്കുമെന്നുള്ള സംഗതി ഉറപ്പായിരിക്കുന്ന പരീക്ഷത്ത് എന്താ ചെയ്തതെന്ന് കൂടി ചിന്തിച്ചു നോക്കൂ. രാജ്യം വേണ്ട, ഇനി ഭരണകാര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചു, ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വിട്ടു. ഇനി ദാഹം വിശപ്പ് എന്ന് പറയുന്ന സംഗതി എന്നെ അലട്ടരുത് എന്നുള്ള മട്ടിലേക്കാണ് അദ്ദേഹം കൊട്ടാരം വിട്ടിട്ട് നേരെ ഗംഗയുടെ തീരത്ത് പോകുന്നത്. തക്ഷകന് വരാനുള്ളൊരു എളുപ്പമാർഗം സൃഷ്ടിച്ചു കൊടുത്തതാണോ? നിർബാധമായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ വരട്ടെ തക്ഷകൻ, എന്നിട്ട് എന്നെ കടിക്കട്ടെ 7ാമത്തെ ദിവസം എന്ന മട്ടിൽ ഇരുന്നതാണോ? അതെല്ലാം നമുക്ക് കഥകൾക്ക് വേണ്ടി കൊള്ളാം. പക്ഷേ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ തക്ഷകൻ എന്ന് പറയുന്ന സാക്ഷാൽ ഈ പറയുന്ന കുണ്ടലിനീ സവിശേഷമായിരിക്കുന്ന ശക്തി, അത് 7 ദിവസം കൊണ്ട് ഉണർത്താനുള്ള വേദിയായിട്ട് എൻ്റെ ശരീരം മാറണം. അതിനു പറ്റിയിട്ടുള്ളൊരു വേദി ഒരുങ്ങുകയും വേണം. അതിനു പറ്റിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അതിനുവേണ്ടി തിരഞ്ഞെടുത്തു ഗംഗയെ. ഗംഗ എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ പ്രവാഹമാണെന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ജ്ഞാനപ്രവാഹമായിരിക്കുന്ന ഗംഗ അത് ഒഴുകിപ്പോരുന്ന ശിവൻ്റെ ശിരസിൽ നിന്നുമാണ്. ഗംഗയെപ്പറ്റി പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പാദത്തിലും ശിവൻ്റെ ശിരസിലുമാണ് അതിൻ്റെ ഉത്ഭവം. അപ്പോൾ ശിവൻ്റെ ശിരസ് എന്ന് പറയുമ്പോൾ അമൃതം, വിഷ്ണുവിൻ്റെ പാദം എന്ന് പറയാൻ പാദ ജനി അല്ലെങ്കിൽ പാദത്തിൽ നിന്ന് ജനിച്ചതാണ് ഈ ഗംഗാതീർത്ഥം എന്ന് നമ്മൾ പറയുന്ന പോലെ. അത്തരത്തിൽ വിഷ്ണുവിൻ്റെ പാദവും ശിവൻ്റെ തലയുമായിരിക്കുന്ന
ആ പ്രത്യേക സ്ഥലത്ത് നിന്നിങ്ങനെ ഒഴുകിപ്പോരുന്ന ഗംഗ, ആ ഗംഗയുടെ തീരത്ത് എന്തിരുന്നു പറഞ്ഞ ശൈവ വൈഷ്ണവ സങ്കലനം കൊണ്ട്, ശ്രദ്ധിക്കായി പറയുന്ന കാര്യം, ശൈവ വൈഷ്ണവ സങ്കലനം കൊണ്ട് ഉണ്ടാകേണ്ട ശാസ്താവാണ് ഇദ്ദേഹം ജന്മന തന്നെ. പക്ഷെ അതിനേക്കാൾ ശക്തമായിട്ടുള്ളൊരു മനസ്സിൻ്റെ സ്ഥിതി എനിക്കുണ്ടാകണം. വൈഷ്ണവ ശൈവ സങ്കലനം എന്ന് പറഞ്ഞാൽ അവിടെ ബുദ്ധിയും മനസ്സുമെല്ലാം തന്നെ യോജിച്ചൊരവസ്ഥയാണ്. ബുദ്ധിതലമാണല്ലോ കൈലാസം. അങ്ങനെ ബുദ്ധിതലമായിരിക്കുന്ന കൈലാസത്തിലിരിക്കുന്ന ശിവപെരുമാളും അതുപോലെ അന്ധക്കരണ ചതുഷ്ടയത്തിൻ്റെ, അതായത് വൈകുണ്ഠത്തിൻ്റെ അഥവാ ഈ ക്ഷീരസാഗരത്തിൻ്റെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈശ്വരൻ്റെ ആവാസസ്ഥാനം എന്ന് പറയുന്ന മനസ്സ്, അതിൻ്റെ ഉടമയായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവും ബുദ്ധിയും മനസ്സുമെല്ലാം തന്നെ യോജിക്കുന്ന രീതിയിലേക്കും വിചാരവികാരങ്ങളെല്ലാം തന്നെ സമന്വയിക്കപ്പെടുന്ന യോഗാവസ്ഥയിലേക്കും എത്തുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം ഗംഗയുടെ തീരത്ത് സാധിച്ചു എന്നാണ്. പ്രകമ്പനം കൊള്ളുന്ന വികാരത്തിൻ്റെ ഉടമയാകാതെ, പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകാതെ, എല്ലാ തരത്തിലും സമചിത്തതയോടുകൂടി മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ശ്രദ്ധാലുവായിട്ട് ജ്ഞാനപ്രതിപാദനം നടക്കേണ്ട, ജ്ഞാനത്തിൻ്റെ പ്രവാഹം ആയിരിക്കുന്ന ഗംഗയുടെ തീരത്ത് എനിക്ക് കിട്ടണം ജ്ഞാനം. ഏതൊരറിവാണോ മോക്ഷത്തിന് ഹേതു, അതിനുവേണ്ടി ചെന്നിരുന്നു എന്ന് തന്നെ ചിന്തിക്കണം. പ്രഥമസ്കന്ധത്തിലെ ഈ ഓരോരോ സന്ദർഭങ്ങൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴാണ് പുരാണങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന നൈമിഷികാരണ്യമായാലും നേമിശീർണമാകുന്ന മനസ്സെല്ലാം തന്നെ ഇല്ലാതെയാകുന്ന, മനസ്സിൻ്റേതായുള്ള ചിന്തകളെല്ലാം തന്നെ വിട്ടുപോകുന്ന, അത്തരത്തിൽ വികാരങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തിൻ്റെ ഉടമയാകുന്ന, അത്തരത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുന്ന നൈമിഷികാരണ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് പരീക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഗംഗാതീരത്ത്. മനസ്സെല്ലാം തന്നെ സ്വസ്ഥമാകുന്ന രീതിയിലേക്ക് വന്നവിടെ കുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന് വാസ്തവത്തിൽ പുരാണേതിഹാസങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ്റെ സ്ഥാനത്ത്, സൂതൻ വാസ്തവത്തിൽ ബ്രാഹ്മണൻ്റെയും അതുപോലെ ക്ഷത്രിയൻ്റെയും ഒരു ഹൈബ്രിഡ് സന്തതിയാണ്. അപ്പോൾ ഈ പറയുന്ന ക്ഷത്രിയൻ്റെയും അതുപോലെ വൈശ്യൻ്റെയും കച്ചവടക്കാരൻ്റെയും സമന്വയം കൊണ്ടോ അല്ലെങ്കിൽ സമ്മിശ്രമായി ഇരിക്കുന്ന ഒരു ജന്മമായിട്ട് കാണുന്ന സൂതൻ, തേരാളിയായിട്ടുള്ള സൂതൻ, മനസ്സിനെ അറിയാവുന്ന, പ്രത്യേകിച്ച് അശ്വത്തിൻ്റെ മനസ്സിനെ അറിയാവുന്ന, കുതിരയുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, കുതിരയെ കെട്ടിയിട്ടിരിക്കുന്ന രഥത്തെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നൊരു തേരാളി, അയാൾ വരിക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹതയുള്ളൊരു ഗുരുവിൻ്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സൂതൻ വരുന്നു. നൈമിഷികാരണ്യം അങ്ങനെ വാസ്തവത്തിൽ അരങ്ങൊരുങ്ങുന്നു. അവിടെ കുത്തിയിരിക്കുന്നു ശവനകാദികളെന്ന് പറയുന്ന പ്രപഞ്ചത്തെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് കണ്ടവർ, അവരിരുന്നു കൊണ്ട് കേൾക്കുന്നു എന്നുള്ള മട്ടിൽ അതിനേക്കാൾ ഉദാത്തമായിരിക്കുന്നൊരു ഭാവത്തിലേക്ക് പരീക്ഷിത്ത് തന്നെത്താൻ ഗംഗയുടെ തീരത്ത് എന്നിരുന്നു കൊണ്ട് നൈമിഷികാരണ്യത്തെക്കാൾ കേവമായിരിക്കുന്നൊരു പ്രത്യേക സങ്കേതം സൃഷ്ടിക്കുകയാണ്. എല്ലാം വിട്ടു, കൊട്ടാരം വിട്ടു എന്ന് പറഞ്ഞാൽ, രാജ്യഭാരം വിട്ടു എന്ന് പറഞ്ഞാൽ, ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ഇനി വാസ്തവത്തിൽ ഒരേ ഒരു ചിന്ത, ഇനിയുള്ള 7 ദിവസക്കാലം ഞാൻ എല്ലാം തന്നെ വിട്ടിട്ട് ഈശ്വരോന്മുഖമായുള്ള മനസ്സോടുകൂടി നിതാന്തമായ നിത്യമായ ആത്മസാക്ഷാത്കാരത്തിലൂടെ ആനന്ദത്തിൽ ആറാടും എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായി എന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഭാഗവത്തിൻ്റെ പ്രഥമസ്കന്ധത്തിലെ ഉടനീളം നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭാഗവതം എങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് കടന്നു വരുന്ന കാണാം. ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് ജനിച്ച അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിലേക്ക് പോയ സുഖബ്രഹ്മം വരാനും കാരണം അതാണ്. ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നത്, നിങ്ങളെപ്പോൾ ജിജ്ഞാസുവാകുന്നുവോ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഉത്കടമായിട്ടുള്ള ശക്തി കൊണ്ടൊരു മനസ്സ് അതിൻ്റെ ഉടമയാകുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാനുള്ളൊരു ഗുരുവിൻ്റെ സാന്നിധ്യം ലഭ്യമാകുമെന്നാണ്. ഇവിടെ ഈ പറയുന്ന സുഖബ്രഹ്മം എന്ന് പറയുന്ന ഗുരുസ്ഥാനം ഒക്കതാവ് എന്നെല്ലാം തന്നെ പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാതെ സാക്ഷാൽ ഗുരു. അപ്പോൾ ഏതൊരു ഗുരുവാണോ വേദവ്യാസൻ്റെ സന്തതിയായിട്ട് ഇങ്ങനെ ഉണ്ടായ ഗുരു, അദ്ദേഹം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ് ദുഃഖനിവർത്തിക്കായിട്ട്. പരീക്ഷിത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൊടുക്കേണ്ട സംഗതികളെല്ലാം തന്നെ കൊടുക്കാനായിട്ട്. ഗുരുവിൻ്റെ നിർവചനം തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗുരുർ ബ്രഹ്മ. ഗുരുർ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവായിരിക്കുന്ന ഗുരുവിന് ഒരേ ഒരു ലക്ഷ്യം, ശിഷ്യനെ വാർത്തെടുക്കാം. അപ്പോൾ ഒരു ശിഷ്യനെ സൃഷ്ടിക്കുന്നത് ഗുരുവാണ്. തൻ്റെ ശിഷ്യനായിട്ട് ഈ പറയുന്ന വികൃതിയെ മാറ്റിയെടുക്കുന്നത് ഗുരുവാണ്. അങ്ങനെ മാറ്റിയെടുത്ത ശിഷ്യനെ ആ ശിഷ്യൻ്റെ തലത്തിലല്ല നിർത്തുന്നത്. ഒരു ഗുരു മറ്റൊരു ഗുരുവിനെ സൃഷ്ടിക്കുകയാണ്, പരമ്പരയെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ ഗുരുവായിരിക്കുന്ന ഈ സുഖബ്രഹ്മം ബ്രഹ്മമായിട്ട് നിന്നുകൊണ്ട് തൻ്റെ യോഗ്യനായിരിക്കുന്ന ശിഷ്യനെ ഗംഗയുടെ തീരത്ത് ഇങ്ങനെ കണ്ടു, അതിനെ സൃഷ്ടിച്ചു. ഇനി ഞാൻ വളർത്തിയെടുക്കാൻ പോവുകയാണ് 7 ദിവസക്കാലം കൊണ്ട്. ഗുരുർ വിഷ്ണു. അങ്ങനെ എല്ലാ തരത്തിലും താൻ സൃഷ്ടിച്ച ഈ ശിഷ്യനെ ആ ഗുരു തന്നെ വളർത്തിയെടുക്കുന്നു 7 ദിവസക്കാലത്തെ കഥാകഥനം കൊണ്ട്.
ഭാഗവതം എന്ന് പറയുന്ന ശുഖശാസ്ത്രം അത് അവതരിപ്പിച്ചുകൊണ്ട് അയാളെ വളർത്തിയെടുത്തിട്ട് അവസാനം സംഗ്രഹിക്കുന്നു, സംഹരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഒടുവിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഗുരു സാക്ഷാൽ പരബ്രഹ്മ. അപ്പോൾ രുദ്രനും ഈ ഗുരുവാണ്, പരബ്രഹ്മവും ഗുരുവാണ്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്ന് പറയുമ്പോൾ സംഹരിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയിലുമുള്ള ആ നിസ്സാരത, അല്ലെങ്കിൽ പ്രാപഞ്ചികത, അല്ലെങ്കിൽ പ്രാകൃതമായിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മെ അലട്ടുന്ന ഈ പറയുന്ന ഭൗതിക തലം, അതിനെയെല്ലാം തന്നെ സംഹരിച്ചുകൊണ്ട് ഒരു പരബ്രഹ്മഭാവത്തിലുള്ള ഗുരു നമ്മളെ എത്തിക്കുന്ന ഗുരുസ്ഥാനത്തേക്ക്. ഗുരു ഈശ്വരൻ തന്നെ. അപ്പോൾ ഈശ്വരനായിട്ടുള്ള ഗുരു ഇവിടെ പ്രത്യേകിച്ചും ശുഖബ്രഹ്മം ഈശ്വരഭാവത്തിലുള്ള ഈ ഗുരു ഇറങ്ങി വരുന്നു. വീണ്ടും ഗുരുഭാവത്തിലേക്ക് തൻ്റെ ശിഷ്യനെ വളർത്തിയെടുത്തുകൊണ്ട് തിരോധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് പോയത്? എവിടെ നിന്നാണ് വന്നത്? വല്ല ലക്ഷ്യവും നമുക്കുണ്ടോ? എവിടെ നിന്നാണ് വന്നത് ഈ ശുഖബ്രഹ്മം എന്ന് പറയാൻ കഴിയുമോ? ഈശ്വരൻ്റെ അവതാരം പോലെ നമ്മൾ ജനിച്ചതും ചിന്തിച്ചു നോക്കിയാൽ ഇതേപോലെ തന്നെ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ്റെതും അമ്മയുടേതുമായിട്ടുള്ള സംയോഗത്തിലൂടെ ഉണ്ടായ നമ്മളെല്ലാവരും തന്നെ എവിടെ നിന്ന് പോന്നു വ്യക്തമായിട്ട് ആർക്കും പറയാൻ കഴിയുകയില്ല. എന്തൊക്കെയോ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് സ്വർഗം നരകമെന്നെല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കഥകളിങ്ങനെ പറയാമെന്നുള്ളതൊക്കെ കവിഞ്ഞ് നമ്മൾ ആത്മഭാവത്തിൽ എവിടെ നിന്ന് പോകുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു പറയാൻ നിവൃത്തിയില്ല. അതേ രീതിയിൽ ശുഖബ്രഹ്മം എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോയി? വേദവ്യാസൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലേ? കിട്ടിയോ? ആ ശുഖബ്രഹ്മത്തെ കണ്ടു കിട്ടിയോ? പക്ഷേ ആ ശുഖബ്രഹ്മത്തെ വീണ്ടും കാണുന്ന പരീക്ഷത്തിൻ്റെ ജിജ്ഞാസുവായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ജിജ്ഞാസ അത് ശമിപ്പിക്കുന്നതിന് വേണ്ടി ഗംഗാതീരത്താണ്. വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. വേദവ്യാസനിൽ നിന്ന് ജനിക്കുന്നു, അഗ്നിയിൽ നിന്ന് ജനിക്കുന്നു, അഗ്നിജനായിട്ടും അയോനിജനായിട്ടും വളരുന്നു. അദ്ദേഹം ഉടനെ തിരോധാനം ചെയ്യുന്നു. ഈ മകനെ വിളിച്ചുകൊണ്ട്, ജനിച്ച ആ സന്തതിയെ വിളിച്ചുകൊണ്ട് പരബ്രഹ്മമായിരിക്കുന്ന ശുഖരെ അന്വേഷിച്ചുകൊണ്ട് പിന്നാലെ ഇങ്ങനെ ഓടുന്നു. കിട്ടുന്നില്ല. പിടികിട്ടാത്ത അവസ്ഥയിൽ ഈ വേദവ്യാസൻ എന്ത് ചെയ്തു? ഒന്നും അറിയില്ല. അങ്ങനെ സൃഷ്ടിച്ച തൻ്റെ സന്തതിയെ ബ്രഹ്മഭാവത്തിൽ വിട്ടിട്ട് ആ ബ്രഹ്മഭാവത്തിലുള്ള സൂക്ഷ്മതലത്തിലുള്ള പരീക്ഷത്തിൻ്റെ ഈ ശുഖബ്രഹ്മം പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ശരീരം സ്വീകരിച്ചിട്ട് വരുന്നു. 16 വയസ്സുകാരൻ, ആജാനബാഹു, സ്ത്രീകളാലാവൃതൻ, അതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ പരീക്ഷത്തിനെ അടുത്തേക്ക് വരുന്ന ശുഖബ്രഹ്മത്തെ വർണ്ണിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ 1 മുതൽ 19 വരെ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ആ പ്രത്യേക സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് തന്നെയാണ് പ്രഥമസ്കന്ധത്തെ പറ്റി പറയുന്നത്. സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് എന്തിനു വേണ്ടിയിട്ട്? ഭാഗവതം അവതരിപ്പിക്കാൻ. ഭാഗവതം എന്ന് പറയുന്ന ഭഗവാനെ അവതരിപ്പിക്കാൻ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞു പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം എന്ന് പറയുന്ന ഭഗവാനെ അവതരിപ്പിക്കാനുള്ള വേദി ഒരുങ്ങുന്ന ഈ 19 അധ്യായങ്ങളിലൂടെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ നടന്ന് മുന്നോട്ട് പോയാലും വ്യക്തമായിട്ടുള്ളൊരു ധാരണയിലേക്ക് എത്തുകയില്ല. കാരണം എന്താ? അവിടെ നമ്മൾ ഈ പറയുന്ന പരീക്ഷിത്താകുന്നില്ല, അവിടെ നമ്മൾ ശുഖബ്രഹ്മമാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ദുഃഖിതനായിരിക്കുന്ന വേദവ്യാസൻ്റെ ഗ്ലാനി അത്തരത്തിലുള്ളൊന്ന് നമ്മളെ അലട്ടുന്നില്ല. അവിടെ നമ്മൾ ചിന്തോദ്ദീപകമായിട്ടുള്ള ധ്യാനത്തിലേക്ക് കടക്കുന്നില്ല. ധ്യാനയോഗാവസ്ഥയിൽ നമുക്ക് പ്രകൃതി പുരുഷന്മാരെ വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നില്ല. നിത്യാനിത്യ വിവേകം എന്ന് പറയുന്ന അനിവേക്ഷണീയമായിരിക്കുന്ന സ്ഥിതിവിശേഷം നമുക്കുണ്ടാകുന്നില്ല. ഇതൊക്കെ കാരണമാണ്. അപ്പോൾ എല്ലാ തരത്തിലും പ്രഥമസ്കന്ധം മറ്റേ ഭാഗവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രമാത്രം ഉദാത്തമായിട്ടുള്ള ഭാവത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് ദേവി ഭാഗവത്തിലെ പ്രഥമസ്കന്ധത്തിലേക്ക് കടക്കാൻ. അവിടെ വാസ്തവത്തിൽ ശുഖബ്രഹ്മമില്ല. അവിടെ ശുഖബ്രഹ്മം പ്രഥമസ്കന്ധത്തിലുള്ള വ്യത്യസ്ത രീതിയിലാണ്. ഈ ശുഖബ്രഹ്മത്തെ അവിടെ കാണുകയില്ല. അതുപോലെ അവിടെ പരീക്ഷിത്ത് ഇല്ലേയില്ല. കാരണം പരീക്ഷിത്ത് മരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു കഥാഗോളങ്ങളാണ് അവിടെ കാണുന്ന മുഴുവൻ. ഏതായാലും പരീക്ഷിത്ത് ശരീരത്തെ ത്യജിച്ചു, ശുഖബ്രഹ്മം ഉപദേശിച്ചു കൊടുത്തു, താൻ മോക്ഷപ്രാപ്തനായി എന്ന് സ്വയം ഇങ്ങനെ അഭിമാനിച്ചു കൊണ്ടുപോയ പരീക്ഷിത്ത് ദേവീഭാഗവത്തിലെ പ്രഥമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ മോക്ഷപ്രാപ്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അലട്ടുന്ന മനസ്സോടുകൂടി ഇരിക്കുന്നത് വാസ്തവത്തിൽ ജനമേജയനാണ്, മകനാണ്. അപ്പോൾ അലട്ടുന്ന ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുന്ന ജനമേജയൻ അലട്ടെല്ലാം അങ്കലാപ്പെല്ലാം തന്നെ മാറിയിട്ട് സ്വസ്ഥരായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ, ഗംഗയുടെ തീരത്ത് വർത്തിക്കുന്ന പരീക്ഷത്തിൻ്റെ ആ സ്ഥാനവും ഈ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമൊന്ന് ചിന്തിച്ചു നോക്കൂ. അജഗജാന്തരമില്ലേ? അച്ഛനെവിടെ നിൽക്കുന്നു, മകനെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും എവിടെ നിൽക്കുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. വളരെയേറെ കാലം ജീവിച്ചു, അതും ഇതുമെല്ലാം തന്നെ ചെയ്തു എന്നെല്ലാം തന്നെ അഭിമാനിക്കുമ്പോഴും നമ്മളെവിടെ നിൽക്കുന്നു എന്ന്. അതെന്താ നമ്മളെന്ന് പറയുന്നത്? ശരീരമല്ല, അതിൻ്റെ പദവിയല്ല, അതിൻ്റെ ഈ പറയുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന സ്വരൂപമല്ല,
അതെല്ലാം തന്നെ വിട്ടിട്ട് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്ന നമ്മൾ ആത്മഭാവം, നമ്മൾ എന്താണ് വാസ്തവത്തിൽ ചെയ്തത് ഇത്രയും കാലം, അത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ എന്ത് നേടി, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കലാണ് ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. പരീക്ഷിത്ത് എന്ന് പറയുന്ന അച്ഛൻ വാസ്തവത്തിൽ എവിടെ നിൽക്കുന്നതാണ് എന്ന് നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന 19 അധ്യായങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ പിടികിട്ടും. നേരെ മറിച്ച് ജനമേജയൻ എങ്ങും എത്തിയിട്ടില്ല. പാമ്പുകടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആ ദുഃഖിതമായിരിക്കുന്ന അവസ്ഥയെ അല്ലെങ്കിൽ പ്രേതാവസ്ഥയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദുഃഖമെല്ലാം തന്നെ കാട്ടിക്കൂട്ടി പാമ്പുകളെയെല്ലാം തന്നെ അഗ്നിയിലേക്ക് ആവാഹിച്ച് ഹോമിച്ച് ക്രുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്ന അസ്വസ്ഥനായിരിക്കുന്ന ശുഖബ്രഹ്മത്തിൻ്റെ യാതൊരു സാമീപ്യവും ഇല്ലാത്ത ജനമേജയൻ, പകരം അവിടെ വന്നത് വേദവ്യാസൻ. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ പരസ്പരം കമ്പയർ ചെയ്ത് ദൃഢമാക്കേണ്ട വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദാഹരണങ്ങളോ ആണ്. വേദവ്യാസൻ വരുന്നു ജനമേജയൻ്റെ അടുത്തേക്ക്, ശുഖബ്രഹ്മം വരുന്നില്ല. എന്തുകൊണ്ട് ശുഖബ്രഹ്മം വരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ജനമേജയൻ ഹീ ഈസ് നോട്ട് റൈപ്പ് ഇനഫ്, അത്രമാത്രം അത് പക്വമല്ല. അപ്പോൾ പക്വമല്ലാത്ത അത്തരത്തിലുള്ള മനസ്സിൻ്റെ ഉടമയല്ലാത്ത ജനമേജയൻ്റെ അടുത്തേക്ക് പരബ്രഹ്മരൂപമായിരിക്കുന്ന ശുഗൻ എങ്ങനെ വരാൻ കഴിയും? അവിടെ വന്നത് വാസ്തവത്തിൽ ശുഗൻ്റെ അച്ഛനാണെങ്കിൽ തന്നെ ആ അച്ഛൻ മകനോളമല്ല, ഈ മകൻ അച്ഛനോളമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശുഗൻ എന്ന് പറയുന്ന ആ മകൻ വാസ്തവത്തിൽ വേദവ്യാസനേക്കാൾ കേമൻ എന്നുള്ള മട്ടിലാണ് ആധ്യാത്മിക തത്വത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ജനമേജയൻ എന്ന് പറയുന്ന മകനാണെങ്കിലോ അച്ഛൻ പരീക്ഷത്തിൻ്റെ ഒപ്പമല്ല. ഇങ്ങനെ പരസ്പരം വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അത്തരത്തിലുള്ള വക്താവും ശ്രോതാവും അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് പ്രഥമസ്കന്ധം ഭാഗവതമായാലും ദേവി ഭാഗവതമായാലും കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഇനി ദേവി ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ നമ്മൾ പാണ്ഡവന്മാരുടെ ചരിത്രം വിസ്തരിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ വിസ്തരിച്ച് വായിക്കുമ്പോൾ ഉപരിചര വസു എന്ന് പറയുന്ന വസു ശ്രേഷ്ഠനായിട്ടുള്ള വസുവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട് നമ്മൾ മാത്സ്യൻ എന്ന് പറയുന്ന രാജാവായാലും അല്ലെങ്കിൽ മത്സ്യഗന്ധി എന്ന് പറയുന്ന ആ വേദവ്യാസൻ്റെ അമ്മയായാലും അവരുടെ എല്ലാം തന്നെ ജന്മം ഇങ്ങനെ വർണ്ണിച്ചിങ്ങനെ പോയിയാണ് പാണ്ഡവന്മാരുടെ കഥ അവതരിപ്പിക്കുന്നത്. ആ പാണ്ഡവന്മാരുടെ പരമ്പരയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് പാണ്ഡവ വംശത്തിൽ ജനിച്ച പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് കടക്കുന്നത്. ആ പരീക്ഷത്തിൻ്റെ കഥയിലേക്ക് കടന്നിട്ടാണ് ഈ പറയുന്ന പാമ്പ് കടിക്കാനിട വന്ന സന്ദർഭമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് 2 തരത്തിലാണ് എന്ന് മാത്രം. ജനമേജയൻ വാസ്തവത്തിൽ കാണുന്ന പരീക്ഷത്ത്, ആ പരീക്ഷത്തിനെ പാമ്പ് കടിക്കുന്നതെല്ലാം തന്നെ ശരിക്കും പ്രാപഞ്ചികത മുറ്റി നിൽക്കുന്നൊരു വ്യക്തിക്ക് തോന്നുന്ന മരണമാണ്, ദുർമരണം. അദ്ദേഹം പറയുന്നത് ദുർമരണം എന്ന് തന്നെയാണ്. തൻ്റെ അച്ഛൻ ദുർമരണത്തിന് വിധേയരായി പാമ്പ് കടിയേറ്റു മരിച്ചു, താഴത്ത് കിടന്നല്ല മുകളിൽ കിടന്നാണ് മരിച്ചത്. ഇതെല്ലാം തന്നെ ഒരു വിലാപം, ഒരു പ്രാപഞ്ചികൻ്റെ ഭൗതികാധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ കരച്ചിലാണ്. അതെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് അവിടെ വേദവ്യാസം തന്നെ വേണം. ശുഗനെ കൊണ്ട് സാധിക്കില്ല. എന്താ കാരണം? ശരീരമില്ലാത്ത ശുഗൻ, ആധ്യാത്മികത പൂർത്തീകരണമായിരിക്കുന്ന ശുഗൻ, പരബ്രഹ്മമായിരിക്കുന്ന ശുഗൻ, എല്ലാ തരത്തിലും ശുദ്ധ ബോധത്തിൻ്റെ ഉടമയായിരിക്കുന്ന ശുഗൻ, ഈശ്വരൻ തന്നെയായിരിക്കുന്ന ശുഗൻ. ആ ശുഗന് വാസ്തവത്തിൽ ഈ പറയുന്ന പ്രാപഞ്ചികനെ ഒട്ടും തന്നെ വാസ്തവത്തിൽ ആധ്യാത്മികത തീണ്ടാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യത പ്രാപിക്കാത്ത ഇല്ലാത്ത ആ ജനമേജയനോട് ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ ശുഖബ്രഹ്മം വരും? അപ്പോൾ നല്ല പോലെ ഈ പറയുന്ന 2 ഭാഗവതവും എന്ന് പറയുന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത്, ഈ കഥാപാത്രങ്ങൾ വേദവ്യാസൻ എന്ന് പറയുന്ന മഹത് വ്യക്തിത്വം രചിച്ച ഭാഗവതം എന്ന് പറയുന്ന കൃതി അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശുഗൻ വരികയും അത് കേൾക്കാനായിട്ട് പരീക്ഷിത്ത് വരികയും ചെയ്യുന്നതിന് കടകവിരുദ്ധമായിട്ടത് കേൾക്കാതെ ആ ഭാഗവതം വേണ്ട എന്നുള്ള മട്ടിൽ ആ ഭാഗവതം കേൾക്കാൻ മടിച്ചിരിക്കുന്ന മകനെന്ന് പറയുന്ന ജനമേജയൻ അച്ഛന് ഗതി കിട്ടിയില്ല എന്നുള്ള ആ ബോധത്തോടുകൂടി ഗതി കൊടുക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസനെ സമീപിക്കുന്ന രീതി, ഗതി കൊടുക്കാൻ. അപ്പോൾ ഞാൻ കൊടുക്കണം അച്ഛന് ഗതി കിട്ടിയിട്ടില്ല, അയാൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഗതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പ്രാപഞ്ചികൻ, അത് ജനമേജയൻ. അയാൾക്ക് തുണയായിട്ട് വരുന്ന ഈ വേദവ്യാസര് ശുഗനോളമായില്ല. നേരെ മറിച്ച് നമ്മൾ കാണുന്ന പ്രാപഞ്ചികതയെല്ലാം തന്നെ വിട്ടകന്നുകൊണ്ട് ആധ്യാത്മികതയുടെ പരമകാഷ്ഠയിലേക്ക് എത്തിയിരിക്കുന്ന ആ ശുഖബ്രഹ്മത്തെ വിളിച്ചു വരുത്തേണ്ട കാര്യം വന്നില്ല. ഗംഗയുടെ തീരത്ത് ചെന്ന് ഇരിക്കേണ്ട കാര്യമേ ഉണ്ടായുള്ളൂ. അവിടെ വാസ്തവത്തിൽ ഈ പരീക്ഷത്തിന് ശുഖബ്രഹ്മത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്ന്. ഇങ്ങനെ വളരെയേറെ പ്രത്യേകത മുറ്റി നിൽക്കുന്ന ഈ 2 ഭാഗവതങ്ങളിലും ആദ്യത്തെ സ്കന്ധം ഒന്നുകൂടി നമുക്ക് കടന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ആ അന്തരം വളരെയേറെ വ്യത്യസ്തമാണ്. കാരണം ഒന്ന് ചോദിക്കുന്നതും അറിയുന്നതും തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊന്ന്
ചോദിക്കുന്നതും അറിയുന്നതും പറയുന്നതും എല്ലാം തന്നെ തനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ജീവിക്കേണ്ട തനിക്ക് വേണ്ടി എന്നുള്ള മട്ടിലേക്ക്, സ്വാർത്ഥതയല്ല പറയുന്നത്, തനിക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ തൻ്റെ ഓരോരുത്തരുടെയും ജീവൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഇന്നത് എന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ പരീക്ഷത്തിനുണ്ടായിരുന്നു, ജനമേജയനുണ്ടായില്ല. എൻ്റെ ജീവിതം ധന്യമാകണമെങ്കിൽ ഞാൻ ജീവിച്ചു മരിക്കുമ്പോൾ എനിക്ക് ഗതി കിട്ടണം, മോക്ഷം കിട്ടണം എന്നുള്ള ബോധം ജനമേജയനില്ല. ജനമേജയൻ്റെ ചിന്ത എന്താ? അച്ഛന് മോക്ഷം കൊടുക്കണം, അച്ഛന് മോക്ഷം കൊടുക്കണം. അപ്പോൾ അന്യരുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന അങ്ങനെ ഒരു വ്യക്തിത്വമായിട്ട് ജനമേജയനെ കാണുമ്പോൾ ഇവിടെ ആത്മാവിനെ തൻ്റേതായിട്ടുള്ള ഏറ്റവും ശുദ്ധമായിരിക്കുന്ന ബോധത്തെ ഉദാത്തവൽക്കരിക്കാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുന്ന പരീക്ഷത്തിനെ കാണും. ഇതാണ് പരീക്ഷത്തും ജനമേജയനും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം അനുസരിച്ച് തന്നെ വക്താക്കൾ അവിടെ സുഖബ്രഹ്മമായാലും വേദവ്യാസനും മാറിപ്പോയി. രണ്ടുപേരും രണ്ട് തരത്തിലാണ്. അങ്ങനെ വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത തരങ്ങളും ഇതെല്ലാം തന്നെ ഉള്ള രണ്ട് പുരാണങ്ങൾ ഭാഗവതവും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ വിവരിക്കണം. രണ്ടുപേര് വാസ്തവത്തിൽ മാതൃകകളാണ്. ജനമേജയം ചെയ്തതും കൊള്ളാം. ഇവിടെ പരീക്ഷത്ത് കാണിച്ചു തന്നതും വളരെയേറെ ശ്രേഷ്ഠം. പരീക്ഷത്ത് കാണിച്ചു തന്ന രീതിയിൽ നമുക്ക് മാറാൻ പറ്റുമെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. കാരണം എന്താ? അവനവൻ്റെ മാർഗം അത് സ്വീകരിച്ചുകൊണ്ട് അവനവൻ്റെ ലക്ഷ്യം അവനവൻ സാധിക്കുന്ന രീതിയിലേക്ക്. മറ്റതങ്ങനെയല്ല, അവനവനതൊന്നും വേണ്ട, മറ്റുള്ളവർക്ക് കിടക്കട്ടെ മോക്ഷം, അതിനു വേണ്ടിയിട്ട് എന്താ മാർഗം, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരുന്ന ജനമേജയം. അപ്പോൾ ഇത് നല്ലപോലെ ഉറപ്പിച്ചിട്ട് രണ്ട് ഭാഗവത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി എന്ന് പറയുമ്പോൾ അന്തർഭവിച്ചിരിക്കുന്ന കാര്യം ഒരിക്കൽ കൂടി നിങ്ങൾ ഉറപ്പിക്കുക. നിവൃത്തി എന്ന് പറഞ്ഞാൽ നിവൃത്തനായി. നമ്മൾ ഓരോരുത്തരും സ്വസ്ഥചിത്തന്മാരായിട്ട് ഇരുന്ന് ഇരിപ്പുറപ്പിച്ച് സാധന എന്ന് പറയുന്ന സംഗതിയിലൂടെ നമ്മൾ നിവൃത്തന്മാരാകണം. നേരെ മറിച്ച് എഴുത്തച്ഛൻ പറയുന്ന പോലെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ സമ്പാദിക്കാം എന്നുള്ള മട്ടിലേക്കാകരുത്. ഇവിടെ ഉപാസന എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ധന്യമാ ഒരു ഉപാസന എന്നെല്ലാം തന്നെ പാടിയിട്ടുണ്ട്. എങ്കിൽ കൂടി ആ ഉപാസനയുടെ ധന്യത അത് മനസ്സിലാക്കാൻ കഴിയാതെ ഉപാസനയെ എന്തിനു വേണ്ടിയിട്ടെന്ന് അറിഞ്ഞുകൂടാതെ വെറുതെ ഇങ്ങനെ കച്ചവട ചരക്കാക്കി, അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ പോലും അവർ അന്യർക്ക് വേണ്ടി ഒരു ഉപയോഗിക്കുന്ന ഒരു മാർഗമാക്കി, അല്ലെങ്കിൽ തനിക്കിതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല, കാശ് മാത്രം ഉണ്ടാക്കാനുള്ളൊരു വിദ്യ എന്നിങ്ങനെ കണ്ടു. അതേ രീതിയിൽ ഉപാസന പോലും അധപ്പതിച്ചപ്പോൾ ഉപാസന എന്ന് പറയുന്ന അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തിലൂടെ മോക്ഷപ്രാപ്തിയാണ് എന്നുള്ള ചിന്ത അതില്ലാതെ പോയതുകൊണ്ട് ഉണ്ടായ കേട് ഇവിടെ ജനമേജയനും അതുപോലെ പരീക്ഷത്തിലും വ്യത്യസ്തമായിട്ട് വ്യക്തമായിട്ട്, അത് വ്യത്യസ്തവുമാണ് വ്യക്തവുമാണ്, അതെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഉപാസനയുടെ വൈഭവത്തിന് വേണ്ടിയിട്ട് അതിലൂടെ നേട്ടങ്ങൾ കൊയ്തിട്ട് മോക്ഷമെന്ന് പറയുന്ന പദവി അലങ്കരിക്കാൻ വേണ്ടി സായുജ്യ പദവി, സായുജ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ കൊടുക്കേണ്ടതല്ല എന്ന് ഞാൻ അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. സായുജ്യം എന്ന് പറയുന്നത് സമ്യക്കായിട്ടുള്ള യോജിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് അവനവൻ നേടേണ്ടതാണ്. സായുജ്യം എന്ന് പറയുന്നത് സമ്യക്കായിട്ട് നല്ല പോലെ യോജിച്ചിരിക്കുന്ന യോഗാവസ്ഥ. അപ്പോൾ ഞാൻ തന്നെ കടഞ്ഞ് പരിശ്രമിച്ച് എൻ്റെ മനസ്സും ബുദ്ധിയും എൻ്റെ ചിത്തവും അതുപോലെ അഹങ്കാര വ്യത്യാദി അന്ധകരണത്തെ നാം എത്ര കാലത്തേക്ക് ഈശ്വരനുമായിട്ട് വേറിട്ട് നിൽക്കുന്ന രീതി കൊണ്ടുപോകുന്നുവോ അത്രയും കാലത്തേക്ക് നമുക്ക് സായുജ്യമില്ല, മോക്ഷമില്ല. അപ്പോൾ മോക്ഷം എന്ന് പറയുന്ന യോജിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്, യോഗമാണ്. അത് സാധിക്കേണ്ട അവനവനല്ലേ. അവനവൻ ഊണ് കഴിച്ചാലല്ലാതെ അവനവൻ്റെ ദാഹവും വിശപ്പും എല്ലാം തന്നെ എങ്ങനെ കെട്ടുപോകും? അപ്പോൾ അവനവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവനവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തീർത്തുകൊണ്ട് കിട്ടേണ്ടതായിരിക്കുന്ന മോക്ഷം അവനവൻ സമ്പാദിക്കണമെന്നുള്ള ചിന്ത ഭാഗവത്തിനുള്ളപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ കച്ചകെട്ടി വരുന്നോ, അങ്ങനെയുള്ള പ്രവൃത്തി മാർഗമായിട്ട് ദേവി ഭാഗവതവും തീർന്നു എന്നു. അങ്ങനെ പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്ന രണ്ടും വാസ്തവത്തിൽ മനുഷ്യരിൽ ഉള്ളതാണ്. അതിൽ പ്രവൃത്തി വേണോ നിവൃത്തി വേണോ എന്ന് ചിന്തിക്കുക. അവനവന് വേണ്ടതായിട്ടുള്ള മോക്ഷം അവനവൻ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർത്തുകൊണ്ട് നേടണമോ അതോ മറ്റുള്ളവർ തരുമെന്നുള്ള മട്ടിൽ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും വാസ്തവത്തിൽ അതെല്ലാം ഒരു ആശ്രയം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ്. അവനവൻ്റേതായുള്ള സ്വാതന്ത്ര്യമുള്ള ഈ പറയുന്ന പാത, മോക്ഷം ലഭിക്കാനുള്ള പാത, അതെല്ലാം തന്നെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പാരതന്ത്ര്യം എന്ന് പറയുന്ന അടിമത്തം പോലെ മറ്റുള്ളവർ തരട്ടെ മോക്ഷമെന്ന് കരുതി അടിമത്തത്തിലേക്കോ അല്ലെങ്കിൽ പാരതന്ത്രത്തിലേക്കോ അത്തരത്തിലുള്ള മോക്ഷമില്ലാത്തൊരവസ്ഥയിലേക്കോ ബന്ധനത്തിലേക്കോ പോകേണ്ടതുണ്ടോ എന്നുകൂടി ചിന്തിക്കാൻ ഉതകുന്ന രണ്ട് ഭാഗവതങ്ങളാണ് ആ ഭാഗവതവും ഈ ഭാഗവതവും. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ ലീലകളാണ്, ഭഗവാനെ പറ്റിയാണ് പറയുന്നത്. എങ്കിൽ കൂടി
അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് അതുകൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളത് ഏറ്റവും പ്രസ്താവമായിട്ടുള്ള പ്രത്യേകതയാണ്. നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാവരും മനസ്സിലേക്ക് ആക്കേണ്ട സംഗതിയാണ്. മനുഷ്യൻ ആയിരിക്കുന്നിടത്തോളം കാലം അതുണ്ടായേ മതിയാവൂ. രണ്ട് ഭാഗവതവും വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ജനിച്ചത് ഇന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ആ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി ജീവിതത്തെ നയിക്കാൻ വേണ്ടി ഈ രണ്ട് ഭാഗവതം ഉപയോഗിക്കും. രണ്ട് തരത്തിലാണ് എന്ന് മാത്രം വീണ്ടും നമുക്ക് കടന്നു കയറി കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ആ ദിവസങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം. എല്ലാ തരത്തിലും ഭഗവത് അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പ്രഭാഷണം ഇത്തരത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഓം സഹനാവവതു സഹനോ ഭുനക്കുതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.